കേരളത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ മൈതാനങ്ങളെക്കാൾ വലിയൊരു പോരാട്ടം നടന്നത് കൊല്ലത്തെ ഒരു വാർത്താ സമ്മേളന മുറിയിലാണ്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും റിപ്പോർട്ട് കാർഡ് അവതരിപ്പിക്കാൻ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ചോദ്യങ്ങളായിരുന്നു. റിപ്പോർട്ടർ ടിവിയിലെ AV ജയശങ്കർ എന്ന മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ പതിവ് രീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഇടപെടൽ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ഏടായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളെ കണ്ടത്. നീണ്ട 10 വർഷത്തെ ഭരണത്തിന്റെ പുരോഗതി വിവരിക്കുന്ന വലിയൊരു പട്ടിക തന്നെ അദ്ദേഹം നിരത്തി. എന്നാൽ വികസനത്തിനൊപ്പം സംസ്ഥാനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെ അന്തരീക്ഷം മാറി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ശൈലിയുണ്ട്: ചോദ്യങ്ങൾ പരിമിതപ്പെടുത്തുക, ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് മാത്രം അവസരം നൽകുക എന്നത്. കൊല്ലത്തും ഇത് ആവർത്തിക്കപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കൈരളി TV, ദേശാഭിമാനി എന്നീ മാധ്യമങ്ങളിൽ നിന്നുള്ള 7ഓളം റിപ്പോർട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകി മുഖ്യമന്ത്രി മടങ്ങാനൊരുങ്ങി. ഇത് മറ്റു മാധ്യമപ്രവർത്തകരെ പ്രകോപിപ്പിച്ചു. തങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും ഏകപക്ഷീയമായ സമീപനം ജനാധിപത്യപരമല്ലെന്നും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് മോശമാണ് CMA എന്ന മാധ്യമപ്രവർത്തകരുടെ വാക്കുകൾ വാർത്താ സമ്മേളന ഹാളിൽ മുഴങ്ങിക്കേട്ടു. പകുതി വഴിയിൽ എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധം കടുത്തതോടെ തിരികെ വന്ന് മൈക്കിന് മുന്നിൽ ഇരിക്കേണ്ടി വന്നു. ഈ നാടകീയ നിമിഷങ്ങൾക്കിടയിലാണ് AV ജയശങ്കർ എന്ന മാധ്യമപ്രവർത്തകൻ ശ്രദ്ധാകേന്ദ്രമാവുന്നത്. നേരത്തെ 24 ന്യൂസിന്റെ ഭാഗമായിരുന്ന ജയശങ്കർ റിപ്പോർട്ടർ ടിവിയിൽ എത്തിയ ശേഷം തന്റെ റിപ്പോർട്ടിംഗ് ശൈലിയിൽ കടുത്ത ആർജവം കൈവരിച്ചിരുന്നു. അധികാരികളോട് വിനയത്തോടെ സംസാരിക്കുമ്പോഴും അവരുടെ നട്ടെല്ല് വളയ്ക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കൊല്ലത്തും പ്രകടമായി. SDPI CPM ഡീൽ ആരോപണം പോലുള്ള ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ള പരിഹാസമോ ഒഴിഞ്ഞുമാറലോ ജയശങ്കറിന് മുന്നിൽ ഫലിച്ചില്ല. ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ ജയശങ്കറിനോട് ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരെ, സമയം കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ചോദിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം. നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് എന്തോ സൂക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചത് വലിയ വിവാദമായിരുന്നു. മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു ആ സംഭവം. എന്നാൽ കൊല്ലത്ത് ജയശങ്കർ നടത്തിയ ഇടപെടൽ അത്തരം പരിഹാസങ്ങൾ കൊണ്ട് മാധ്യമങ്ങളെ തളയ്ക്കാനാവില്ല എന്നതിന്റെ സൂചനയായിരുന്നു. മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചുവെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു ജയശങ്കറിന്റെ ഓരോ ചോദ്യവും. അധികാരത്തിന്റെ ഹുങ്കിന് മുന്നിൽ ചോദ്യങ്ങൾ വിഴുങ്ങുന്ന ശൈലി മാറി ജനങ്ങൾക്ക് വേണ്ടി മറുപടി ചോദിച്ചു വാങ്ങുന്ന പുതിയൊരു മാധ്യമ സംസ്കാരം ഇവിടെ പ്രകടമായി. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ ജയശങ്കറിനെ മാധ്യമലോകത്തെ പുതിയ ഹീറോ ആയി പലരും വിശേഷിപ്പിച്ചു. മുഖ്യമന്ത്രി പുറത്തുവിട്ട റിപ്പോർട്ട് കാർഡിലെ പാളിച്ചകളെക്കുറിച്ചായിരുന്നു ജയശങ്കറിന്റെ മറ്റൊരു പ്രധാന ചോദ്യം. 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായ വിവാദങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം എന്നിവയെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകാതെ വികസനത്തിന്റെ കണക്കുകൾ മാത്രം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണെന്നും അതിലുള്ള വേദിയാണ് വാർത്താ സമ്മേളനമെന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു. ദേശാഭിമാനിയിൽ നിന്നും കൈരളിൽ നിന്നും വന്ന ചോദ്യങ്ങൾ പലതും സർക്കാരിനെ പുകഴ്ത്തുന്നവയായിരുന്നു. ഇതിനിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുക എന്നതായിരുന്നു ജയശങ്കറിന്റെ ദൗത്യം. ഇത് ഭരണപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി. വികസന നായകൻ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ രാഷ്ട്രീയ സത്യങ്ങളുടെ കണ്ണാടി പിടിക്കുകയായിരുന്നു ജയശങ്കർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടന്ന ഈ സംഭവം വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ നേരിടാൻ മടിക്കുന്നുവെന്ന പ്രതീതി വോട്ടർമാരിൽ ഉണ്ടാകുന്നത് തിരിച്ചടിയാകുമെന്ന് CPM നേതൃത്വം ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ ജയശങ്കറിന്റെ ചോദ്യങ്ങൾ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമായി മാറ്റിയിട്ടുമുണ്ട്. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന ലേബൽ ഒട്ടിക്കാനാണ് അവരുടെ ശ്രമം. അതേസമയം മാധ്യമപ്രവർത്തകർ സർക്കാരിനെ വേട്ടയാടുകയാണെന്ന ആരോപണവുമായി ഭരണപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ മാധ്യമപ്രവർത്തകർക്കിടയിലെ ഐക്യവും ജയശങ്കറിന്റെ ആർജവും ഒരു വലിയ വിഭാഗം ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുമുണ്ട്. റിപ്പോർട്ടർ ടിവിയിൽ എത്തിയ ശേഷം AV ജയശങ്കർ കൈവരിച്ച മാറ്റം എടുത്തു പറയേണ്ടതാണ്. 24 ന്യൂസിലെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടായി. ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഗതി തിരിച്ചുവിടാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം. ചോദ്യം ചോദിക്കുമ്പോൾ പാലിക്കേണ്ട മാന്യതയും എന്നാൽ വിഷയത്തോടുള്ള കണിഷ്ഠതയും ഒരുപോലെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പരിഹാസമോ അവഗണനയോ ഉണ്ടാകുമ്പോഴും പതറാതെ നിലയുറപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തിന്റെ തെളിവാണ്. കൊല്ലത്തെ വാർത്താ സമ്മേളനം വെറും ഒരു മാധ്യമ കൂടിക്കാഴ്ചയായിരുന്നില്ല. അത് ജനാധിപത്യത്തിന്റെ ശക്തി പരീക്ഷിക്കപ്പെട്ട വേദി കൂടിയായിരുന്നു. ഭരണാധികാരി എത്ര ശക്തനായാലും ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്കുണ്ടാകേണ്ട ഉറച്ച സന്ദേശമാണ് AV ജയശങ്കർ നൽകിയത്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെയെന്നും സമയം കഴിഞ്ഞെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ മാധ്യമ ലോകത്തിന്റെ വലിയൊരു വിജയമാണ്.
വരും ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ ഇത്തരം തീക്ഷ്ണമായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഭരണകൂടത്തിന്റെ 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ വിലയിരുത്തുമ്പോൾ മാധ്യമങ്ങളുടെ ഈ റിപ്പോർട്ട് കാർഡും ചരിത്രത്തിന്റെ ഭാഗമാകും. AV ജയശങ്കറിനെ പോലുള്ളവരുടെ ഇടപെടലുകൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് പുതിയൊരു ഊർജ്ജം നൽകിയിരിക്കുകയാണ്. അധികാര കേന്ദ്രങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ജനാധിപത്യത്തിന്റെ കാവലാളുകളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി അടിവരയിടുന്നു.